വർഷം 2024. കൃത്യമായി പറഞ്ഞാൽ 2024 ജൂലൈ 19 ലോകം എന്നത്തെയും പോലെ തിരക്ക് പിടിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഓരോ സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുന്നത്. IT കമ്പനികൾ തങ്ങളുടെ സേവനങ്ങൾ തകൃതിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ലോകത്തിലെ പല കമ്പ്യൂട്ടറുകളുടെയും പ്രവർത്തനത്തിന് ചില തകരാറുകൾ സംഭവിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള കമ്പ്യൂട്ടറുകൾക്കാണ് ഈ തകരാർ സംഭവിച്ചത്. ലോകത്തെ തന്നെ നിശ്ചലമാക്കിയ ഒരു തകരാറായിരുന്നു ഇത്. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ലോകത്തെ തന്നെ നിശ്ചലമാക്കിയ മൈക്രോസോഫ്റ്റ് വിൻഡോസിലെ ക്രൗഡ് സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ആ തകരാറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് സംഭവത്തിലേക്ക് വരാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കമ്പ്യൂട്ടറുകളിൽ കൂടുതലായും ഉപയോഗിച്ചു വരുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് എന്നത്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോകത്തിലെ പല മേഖലകളിലും ഇന്ന് ഉപയോഗിച്ചു വരുന്നുണ്ട്. IT കമ്പനികളിലും എയർപോർട്ടുകളിലും സ്റ്റോക്ക് മാർക്കറ്റുകളിലും വൻകിട ഹോട്ടലുകളിലും ബാങ്കുകളിലും സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ വിൻഡോസിൻ്റെ സാന്നിധ്യം ഇന്ന് കാണാവുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ദിവസം വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള കമ്പ്യൂട്ടറുകളിൽ സംഭവിച്ചത് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്ന് പറയുന്ന ഒരു തകരാറാണ്. അതായത് കമ്പ്യൂട്ടറുകളിൽ ഒരു ബ്ലൂ സ്ക്രീനിൽ ഒരു എറർ മെസ്സേജ് പ്രത്യക്ഷപ്പെടുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കമ്പ്യൂട്ടറുകൾ ഒരു റീസ്റ്റാർട്ട് ലൂപ്പിൽ കുടുങ്ങുകയാണ്. അതായത് കമ്പ്യൂട്ടറുകൾ ആവർത്തിച്ച് റീസ്റ്റാർട്ട് ആവുകയും ഈ ബ്ലൂ സ്ക്രീനിലുള്ള എറർ മെസ്സേജ് കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം അവസ്ഥ. ഇങ്ങനെ വന്ന ഈ അവസ്ഥ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മേഖലകളെയും നിശ്ചലമാക്കി. എയർപോർട്ടുകളിൽ കമ്പ്യൂട്ടറുകൾ തകരാറിലായതോടെ ഫ്ലൈറ്റ് ഷെഡ്യൂൾസ്, സെക്യൂരിറ്റി സ്ക്രീനിംഗ് തുടങ്ങി എല്ലാ കാര്യങ്ങളും താറുമാറായി. പലപ്പോഴും വൈറ്റ് ബോർഡിൽ വിമാന സമയങ്ങൾ എഴുതി കാണിക്കേണ്ട അവസ്ഥ വരെയുണ്ടായി. എന്താണെങ്കിലും ഇതേ തുടർന്ന് വിമാനങ്ങൾ വൈകുന്നതിലേക്കും റദ്ദാക്കപ്പെടുന്നതിലേക്കുമൊക്കെ കാര്യങ്ങൾ നീങ്ങി. അതുപോലെ സൂപ്പർ മാർക്കറ്റുകളും ഹോട്ടലുകളും നിശ്ചലമായി. ബാങ്കുകളിൽ ഓൺലൈനായുള്ള പണമിടപാടുകൾക്ക് തടസ്സം നേരിട്ടു. ബാങ്കുമായി ബന്ധപ്പെട്ട പല ആപ്ലിക്കേഷൻസും നിശ്ചലമായി. IT കമ്പനികളും സ്റ്റോക്ക് മാർക്കറ്റും ഈ തകരാറിൻ്റെ ഫലം അനുഭവിച്ചു. ഇങ്ങനെ വിൻഡോസുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ തകരാർ ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കി. ഇനി ഈ തകരാറിൻ്റെ കാരണത്തിലേക്ക് നമുക്ക് വരാം. യഥാർത്ഥത്തിൽ ഈ തകരാറിന് വഴിവെച്ചത് ക്രൗഡ് സ്ട്രൈക്ക് എന്ന പേരുള്ള US ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന ഒരു സൈബർ സെക്യൂരിറ്റി കമ്പനിയാണ്. ഈ സൈബർ സെക്യൂരിറ്റി കമ്പനി തന്നെയാണ് കമ്പ്യൂട്ടറുകളിലെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ മറ്റ് എക്സ്റ്റേണൽ അറ്റാക്കുകളിൽ നിന്നും ത്രെറ്റുകളിൽ നിന്നുമൊക്കെ സംരക്ഷിച്ചു വരുന്നത്. അങ്ങനെയിരിക്കെ ഈ കമ്പനി തങ്ങളുടെ ഫാൽക്കൺ സെൻസർ സോഫ്റ്റ്വെയറിൽ ഒരു അപ്ഡേറ്റ് കൊണ്ടുവരികയും ഈ അപ്ഡേറ്റിൽ ഉണ്ടായിരുന്ന ബഗ് കമ്പ്യൂട്ടറുകളെ തകരാറിലാക്കുകയും ചെയ്യുകയായിരുന്നു. എന്താണെങ്കിലും ഈ ചെറിയ തകരാർ ലോകത്തെ മുഴുവൻ ബാധിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുണ്ടായ തകരാറിനെക്കുറിച്ചും അത് ലോകത്തെ എങ്ങനെ ബാധിച്ചുവെന്നും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.